വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു: ആദ്യ മാതാപിതാക്കളുടെ അഹന്തയും അഹങ്കാരവും മൂലം മരണം ഈ ഭൂമിയിൽ ഉടലെടുത്തുവെങ്കിൽ മറിയത്തിന്റെ എളിമയിലൂടെ നിത്യജീവന്റെ പാത ഈ ഭൂമിയിൽ തുറക്കപ്പെട്ടു. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ധ്യാന വിഷയമാക്കുക. സാമുവേൽ എന്ന മകനെ ലഭിക്കുമ്പോൾ ഹന്ന സന്തോഷത്താൽ നിറഞ്ഞ് ദൈവത്തിന് സ്തോത്രഗീതം ആലപിക്കുന്നത് പോലെ ദൈവം തൻ്റെ മേൽ ചുരുങ്ങിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് സ്തോത്രഗീതം ആലപിക്കുന്ന മാതാവിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുക. മാതാവിനെ കുറിച്ചും ദൈവരാജ്യ മൂല്യങ്ങളെക്കുറിച്ചും ഇന്നത്തെ സുവിശേഷത്തിലൂടെ കൂടുതൽ ആഴത്തിൽ നാം മനസ്സിലാക്കുകയാണ്. ഒന്നാമതായി ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 51-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: അവൻ തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. അഹങ്കാരികൾ ധാരാളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. അഹങ്കാരികൾ ദൈവഹിതം പാലിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നവരും അനുസരണക്കേട് കാണിക്കുന്നവരുമായിരിക്കും. ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവൾ, അനുഗ്രഹിക്കപ്പെട്ടവൾ, ഇന്നും ധാരാളം അനുഗ്രഹങ്ങൾ ഭൂമിയിൽ വർഷിക്കുന്നവൾ എന്നിങ്ങനെ ധാരാളം ബഹുമതികൾ തൻ്റെ നാമത്തിലുണ്ട് എങ്കിലും പരിശുദ്ധ അമ്മ എളിമയുടെ നിറകുടമായിരുന്നു. അഹങ്കരിക്കാതെ വിനയമെന്ന പുണ്യം ജീവിതത്തിലുടനീളം ജീവിച്ച് നമുക്ക് മാതൃകയായവളാണ് പരിശുദ്ധ കന്യകാമാതാവ്. രണ്ടാമതായി ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 52-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: ശക്തരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി എളിയവരെ ഉയർത്തി. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യർ പലവിധമായ ലേബലുകൾക്കും അന്തസ്സിനും പിന്നാലെ നെട്ടോട്ടമോടുകയാണ്. ലോകത്തിലെ ലേബലുകളും അന്തസ്സും ദൈവത്തിന് പ്രധാനമല്ല. മറിച്ച് ദൈവം ഓരോ വ്യക്തിയുടെയും എളിമയുള്ള ഹൃദയത്തെയാണ് നോക്കുക. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. മാതാവ് സ്വയം ഭാഗ്യവതി എന്ന് വിശേഷിപ്പിക്കുന്നത് തൻ്റെ മേന്മ ഭാവിക്കാനായിരുന്നില്ല. മറിച്ച് ദൈവം ഈ എളിയ ദാസിയെ ഇത്രയും അധികം ഉയർത്തിയിട്ടുണ്ട്, ഇത്രയും അധികം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് വിശ്വാസികളായ നാം ഓരോരുത്തരും മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് മാതാവ് തന്നെ ഭാഗ്യവതി എന്ന് വിശേഷിപ്പിക്കുന്നത്. മൂന്നാമതായി ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 53-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങളാൽ അവൻ സമ്പന്നരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. സമ്പത്തുണ്ടായിരിക്കുക ഒരു തിന്മയല്ല. എന്നാൽ ഈ സമ്പത്ത് ഉപയോഗിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനും സകമനുഷ്യരുടെ പട്ടിണി ഇല്ലായ്മ ചെയ്യുവാനും നമുക്ക് സാധിക്കണം. വിശുദ്ധ ബേസിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: വിശപ്പും ദാഹവും കൊണ്ട് പീഡിപ്പിക്കപ്പെട്ട വിജാതിയർ തങ്ങളുടെ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ ആത്മീയ ദാനങ്ങളാലും നിറഞ്ഞ മനുഷ്യരായി രൂപാന്തരപ്പെടുകയായിരുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ സമ്പത്ത് ഒരു മാനദണ്ഡമല്ല, എന്നാൽ എളിമ ഒരു മാനദണ്ഡമാണ്. കർത്താവിനോട് ചേർന്നിരിക്കുവാനുള്ള ഒരു മനസ്സ് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, മാതാവിൻ്റെ സ്തോത്രഗീതം നാം ധ്യാന വിഷയമായി ചിന്തിക്കുമ്പോൾ മാതാവ് അടിസ്ഥാനപരമായി നമുക്ക് മുൻപിൽ വച്ച് നീട്ടുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് ദൈവഹിതത്തിന് പൂർണ്ണമായും സമ്മതം മൂളി ദൈവഹിതത്തിന് മുൻപിൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കുവാൻ സാധിക്കണം. കാരണം ദൈവഹിതത്തിന് മുൻപിൽ തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നവരുടെ മേൽ ദൈവം തൻ്റെ കരുണ ധാരാളമായി യുഗങ്ങൾ തോറും വർഷിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: കർത്താവ് കരുണയും കൃപയുമുള്ള ദൈവം, കോപത്തിന് താമസമുള്ളവൻ, അചഞ്ചലമായ സ്നേഹവും വിശ്വസ്തതയും നിറഞ്ഞവൻ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്
മാതാവിനെ പോലെ സ്വയം എളിമപ്പെട്ടുകൊണ്ട് ദൈവം നൽകുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രഗീതം ആലപിക്കുവാനും ദൈവത്തിൻ്റെ കരുണയ്ക്ക് യോഗ്യരായ വ്യക്തികളായി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനുമുള്ള കൃപാവരത്തിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.